January 24th, shift 1, question number 2. A to D is an endothermic reaction occurring in 3 steps. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഈ ക്വസ്റ്റ്യൻ എടുത്തിരിക്കുന്നത് കെമിക്കൽ കൈനറ്റിക്സ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നാണ്, കൊളീഷൻ തിയറി എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ് അല്ലെ. A to D is an endothermic reaction occurring in 3 steps. A to B, delta H is positive, B to C, delta H is negative, and C to D, delta H is negative. Which of the following graphs between potential energy in y-axis versus reaction coordinates along x-axis correctly represents the reaction profile of A to D എന്നാണ് ചോദ്യം. അപ്പോൾ 3 സ്റ്റെപ്പുകളിലായിട്ടാണ് റിയാക്ഷൻ നടക്കുന്നത്. സോ ആ റിയാക്ഷന് 3 പീക്കുകൾ വേണം ഗ്രാഫിന്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ 1, 2, 3, 1, 2, 3, 1, 2, 3, 1, 2, 3, 4 ഗ്രാഫുകൾക്കും 3 പീക്ക് ഉണ്ട്. അപ്പം എല്ലാ ഗ്രാഫുകളിലും 3 സ്റ്റെപ്സ് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ നോക്കേണ്ടത് ഈ ഗ്രാഫുകളുടെ റിയാക്ടന്റുകളുടെയും ഓരോ സ്റ്റെപ്പിലെയും റിയാക്ടന്റിന്റെയും പ്രൊഡക്റ്റിന്റെയും എനർജിയാണ്. റെഡി അല്ലേ? അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? എ ബി ആയി മാറണം. ആദ്യം എ ബി ആയി മാറണം, പിന്നെ ബി സി ആയി മാറണം, എന്നിട്ട് സി എന്തായിട്ട് മാറണം? ഡി ആയിട്ട് മാറണം. ഇതാണ് 3 സ്റ്റെപ്സ്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ നമ്മളോട് പറയുന്നുണ്ട്. എന്താ? ഇവിടുത്തെ ഡെൽറ്റ എച്ച്, ആദ്യത്തെ സ്റ്റെപ്പിലെ ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. ആദ്യത്തെ സ്റ്റെപ്പിലെ ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ മനസ്സിലാക്കണ്ടേ? ആദ്യത്തെ സ്റ്റെപ്പിൽ എനർജി ഓഫ് ദ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എനർജി ഓഫ് ദ റിയാക്ടന്റിനേക്കാൾ കൂടുതലാണ്. ശരിയല്ലേ? അപ്പൊ എനർജി ഓഫ് ബി എന്ന് പറയുന്നത് എനർജി ഓഫ് എയിനേക്കാൾ കൂടുതലായിരിക്കണം. അപ്പോഴല്ലേ ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആവുക. എൻഡോതെർമിക് റിയാക്ഷൻ ആണ് നടക്കുന്നെങ്കിൽ പ്രൊഡക്റ്റിന്റെ എനർജി റിയാക്ടന്റ് എനർജിയേക്കാൾ കൂടുതലായിരിക്കണം. അപ്പൊ ബിയുടെ എനർജി എയുടെ എനർജിയേക്കാൾ കൂടുതലായിരിക്കണം. തന്നിരിക്കുന്ന 4 ഗ്രാഫുകൾ നോക്കുക. ഏതിലൊക്കെയാണ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്? ബിയുടെ എനർജി എയുടെ എനർജിയേക്കാൾ കൂടുതലുള്ളത് ഏതൊക്കെ ഗ്രാഫുകളിലാണ്? നല്ലോണം ആലോചിച്ച് നോക്കിയടാ. നല്ലോണം ആലോചിച്ച് നോക്കുക. ഇതിൽ എയും ബിയും സിയും എവിടെയായിരിക്കും? നോക്കിക്കോട്ടെ. അതാ നമ്മളിപ്പോ ആദ്യത്തെ ഗ്രാഫ് എടുക്കുകയാണെങ്കിൽ ഇതായിരിക്കും എ, ശരിയല്ലേ? ഇതായിരിക്കും ബി, ഫസ്റ്റ് സ്റ്റേജിലെ പ്രോഡക്റ്റ്. ഇതായിരിക്കും സി, സെക്കൻഡ് സ്റ്റേജിലെ പ്രോഡക്റ്റ്. ഇതായിരിക്കും ഡി, തേർഡ് സ്റ്റേജിലെ പ്രോഡക്റ്റ്. അപ്പൊ ഞാൻ നോക്കുന്ന സമയത്ത് ഇവിടെ ബിയുടെ എനർജി എയുടെ എനർജിയേക്കാൾ ഉയരത്തിലാണ്. കണ്ടോ? ബിയുടെ എനർജി ഇത്രയും എനർജി ഉണ്ട് ബിക്ക്, എക്ക് ഇത്രയേ ഉള്ളൂ. അപ്പൊ ബിയുടെ എനർജി എയുടെ എനർജിയേക്കാൾ കൂടുതലായിട്ടുള്ള ഇവിടെ ഇത് ഓക്കെയാണ്, ഈ കണ്ടീഷൻ ഓക്കെയാണ്. ഇവിടെയും അതെ. നിങ്ങൾ നോക്കിയേ, എയുടെ എനർജി ബിയുടെ എനർജിയും കമ്പയർ ചെയ്യുമ്പോൾ ബിയുടെ എനർജി എയിനേക്കാൾ കൂടുതലാണ്. ഇവിടെയും ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, ഇവിടെയും ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇവിടെ മാത്രം ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. കാരണം ഇവിടെ ബിയുടെ എനർജി എയുടെ എനർജിയേക്കാൾ കുറവായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ 4 അല്ല ആൻസർ എന്ന് മനസ്സിലായി. 4 എന്നുള്ള ഓപ്ഷൻ നമ്മൾ എലിമിനേറ്റ് ചെയ്തു. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്താ പറയുന്നത്? രണ്ടാമത്തെ സ്റ്റെപ്പിൽ പറയുന്നത് ബി സി ആകുന്ന സ്റ്റെപ്പിൽ ഡെൽറ്റ എച്ച് ഇസ് നെഗറ്റീവ്. ഡെൽറ്റ എച്ച് ഇസ് നെഗറ്റീവ്. ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞ് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി ഓഫ് സി എന്ന് പറയുന്നത് എനർജി ഓഫ് ബിയിനേക്കാൾ കുറവാണ്. പ്രൊഡക്റ്റിന്റെ എനർജി റിയാക്ടന്റ് എനർജിയേക്കാൾ കുറവാണ്. ശരിയല്ലേ? ആണ്. അപ്പൊ നമ്മൾ ഈ തന്നിരിക്കുന്ന ഗ്രാഫിൽ സി നമ്മൾ കാണുന്നുണ്ടല്ലോ അല്ലെ? യെസ്, സി നമുക്ക് കാണാം. ഇത് സി ആണ്, ഇത് സി ആണ്. 4 അല്ല ആൻസർ എന്നുള്ള കാര്യം നമ്മൾ കൺഫേം ആക്കി. ഓക്കേടാ മക്കളെ? ഇനി നിങ്ങൾ പറ. ഇവിടെ നിങ്ങൾ നോക്കിയേ, സിയുടെ എനർജി ബിയുടെ എനർജിയേക്കാൾ കുറവാണ്. അപ്പൊ ഇതാവാം. ഇവിടെ നിങ്ങൾ നോക്കിയേ, സിയുടെ എനർജി ബിയുടെ എനർജിയേക്കാൾ കുറവാണ്. ഇതുമാവാം. റെഡി? ഇവിടെ പക്ഷേ സിയുടെ എനർജി ബിയുടെ എനർജിയേക്കാൾ കൂടുതലാ. കാരണം ഇതാണ് സിയുടെ എനർജി എന്ന് പറയുന്നത്, ഇതാണ് ബിയുടെ എനർജി. അപ്പൊ സിയുടെ എനർജി ബിയുടെ എനർജിയേക്കാൾ കൂടുതലാണ്. അപ്പോൾ ഓപ്ഷൻ 2 എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു? എലിമിനേറ്റ് ചെയ്തു. അതൊരിക്കലും ആവില്ല. ഇനി അവസാനത്തെ കേസിൽ എന്താ പറയുന്നത്? അവസാനത്തെ കേസിൽ പറയുന്നത് സി ഡി ആയി മാറുന്ന സമയത്തും ഡെൽറ്റ എച്ച് ഇസ് നെഗറ്റീവ്. ദാറ്റ് പ്രോസസ് ഈസ് ആൾസോ എക്സോതെർമിക്. അത് എക്സോതെർമിക് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ആയ ഡിയുടെ എനർജി റിയാക്ടന്റ് ആയ സിയിനേക്കാൾ കുറവാണ്. കാരണം ഒരു റിയാക്ഷൻ എക്സോതെർമിക് ആകണമെങ്കിൽ പ്രൊഡക്റ്റിന്റെ എനർജി റിയാക്ടന്റ് എനർജിയേക്കാൾ കുറവായിരിക്കണം. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയടാ. ഇതാ ഇവിടെ ഡിയുടെ എനർജി സിയുടെ എനർജിയേക്കാൾ കൂടുതലാ. ഡിയുടെ എനർജി സിയുടെ എനർജിയേക്കാൾ കൂടുതലാ. അപ്പൊ ഇതല്ല എന്ന് മനസ്സിലായി. ഇവിടെയോ
ഡിയുടെ എനർജി സിയുടെ എനർജിയേക്കാൾ കുറവാ. അപ്പൊ ഇതാണ് ആൻസർ. ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. നല്ല ചോദ്യം അത്. ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ.